പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, നമ്മുടെ കർത്താവ് മിശിഹായ്ക്ക് തന്റെ പരസ്യവിധ കാലത്ത് കുറച്ച് ദിവസങ്ങളോളമെങ്കിലും ഒരു അജ്ഞാതവാസക്കാലം ഉണ്ടായിരുന്നു. 30 വർഷം നസ്രത്തിലെ ആശാരിപ്പണിക്കാരന്റെ മകനായി, മറിയത്തിന്റെ മകനായിട്ട് ജീവിച്ചു. അത് ഒരു അജ്ഞാതവാസക്കാലമായിരുന്നു. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പരസ്യ ജീവിതകാലത്ത് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു. യഹൂദരെ ഭയന്ന് അവൻ യൂദയായിലേക്ക് പോയില്ല. എന്തുകൊണ്ട് യഹൂദരെ ഭയന്നു? എന്തുകൊണ്ട് യൂദയായിലേക്ക് പോയില്ല? അവൻ ഒളിച്ചു താമസിക്കുകയായിരുന്നു, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അങ്ങനെ തിരുനാൾ വന്നപ്പോൾ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും ഈശോയോട് പറഞ്ഞു, നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ജെറുസലേമിലേക്ക് പോകുന്നില്ലേ? നിന്നെ തന്നെ അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തുക. ഈശോ പറഞ്ഞു, ഞാൻ വരുന്നില്ല, തിരുനാളിന് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോകൂ. പക്ഷെ ഈശോ തന്റെ അജ്ഞാതവാസകാലം അവസാനിപ്പിച്ചുകൊണ്ട് ആരും അറിയാതെ ഇതാ ജെറുസലേമിൽ എത്തിയിരിക്കുന്നു പഠിപ്പിക്കാനായി. അപ്പോൾ എന്തുകൊണ്ട് ഈശോ ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു, യഹൂദരെ ഭയന്ന് യൂദയായിലേക്ക് പോകാതിരുന്നു? അത് മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകണം. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈശോ മിശിഹ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു, ജനങ്ങൾക്ക് സന്തോഷമായി. ജനങ്ങൾ ഈശോയെ രാജാവാക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ അവിടെ നിന്നും ഒഴിഞ്ഞു മാറി. വീണ്ടും ജനങ്ങൾ അവൻ അന്വേഷിച്ചു വന്നു, എന്തിനാ അവനെ രാജാവാക്കണം? പക്ഷേ ഈശോ അവരോട് മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചത് കൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, മോശ മരുഭൂമിയിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന കൊടുത്തു, പിന്നെയാണോ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ അത്ഭുതം? അതിനേക്കാൾ വലിയ അത്ഭുതം നിന്റെ കയ്യിലുണ്ടോ? അതിനേക്കാൾ വലിയ അടയാളം നിനക്ക് തരാനുണ്ടോ? ഇതാ ഈശോ താൻ എന്തിനു വേണ്ടി വന്നു ആ രഹസ്യത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. അത് ആവർത്തിച്ച് പറഞ്ഞു, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അതോടെ ആകെ അസ്വസ്ഥമായി. ഇവന്റെ മാംസം ഭക്ഷിക്കാനോ ഇവന്റെ രക്തം പാനം ചെയ്യാനോ യഹൂദരെ സംബന്ധിച്ച് രക്തം പാനം ചെയ്യാൻ പാടില്ല. കാരണം രക്തം ജീവന്റെ അടയാളമാണ്. ഇവിടെ രക്തം പാനം ചെയ്യാനായിട്ട് പറയുകയാണ്. അതോടെ ഓരോരുത്തരായി സ്ഥലം വിട്ടു. എല്ലാവരും അവൻ ഉപേക്ഷിച്ചു പോയി. അവന്റെ ശിഷ്യന്മാരും ഉപേക്ഷിച്ചു പോയി. അവസാനം 12 പേര് മാത്രം. അതെ, ആ ഉപേക്ഷിച്ചു പോയവരാണ് ഈശോയെ കൊല്ലുവാനായിട്ട് ആലോചിച്ചത്. കർത്താവ് മിശിഹായുടെ പീഡാനുഭവത്തിന്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഈശോയ്ക്കെതിരായുള്ള കുറ്റാരോപണങ്ങൾ പറയുമ്പോൾ അവിടെ കൃത്യം പറയുന്നുണ്ട്, ഇവന്റെ മാംസം ഭക്ഷിക്കാൻ രക്തം പാനം ചെയ്യാനും ഇവൻ ആവശ്യപ്പെട്ടു. അറാമായ ഭാഷയിൽ അത് എഴുതി പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് എഴുതി വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളിലെ അങ്ങനെ ഒന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണത്തിലേക്കൊക്കെയാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റവാക്കില് എന്തുകൊണ്ടാണ് ഈശോ ദിവസങ്ങളുടെ ഒരു അജ്ഞാതവാസത്തിലേക്ക് പോയത്? കാരണം അവൻ പരിശുദ്ധ കുർബാനയെ കുറിച്ച് സംസാരിച്ചു. പരിശുദ്ധ കുർബാനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായില്ല, ഇവൻ പറയുന്നത് കഠിനമാണ്. എല്ലാവരും അവൻ ഉപേക്ഷിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, ഇന്നും ഈ അവസ്ഥ സഭയിലെ തുടരുന്നില്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. കാരണം ഇന്നും പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കിയിട്ടില്ല. ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് പല ദൈവശാസ്ത്രജ്ഞന്മാരും തെറ്റായ ബോധ്യം പഠിപ്പിക്കുന്നില്ലേ പ്രവാചക ധീരതയോടുകൂടി? പക്ഷെ ഈശോ വന്നതിന് വേണ്ടിയാണ്. ആരാധനക്രമം സ്ഥാപിക്കാനാണ്, പരിശുദ്ധ കുർബാന സ്ഥാപിക്കാനാണ്. അതിന്റെ വിത്തുവായി അത് സഭയിലെ 2000 വർഷങ്ങൾ കൊണ്ട് വളർന്നു വന്നു. വിത്തുവാകി 2000 വർഷങ്ങൾ കൊണ്ട് സഭയിൽ വളർന്നു വന്നു എന്നുള്ളത് എന്റെ വ്യക്തിപരമായ ആശയമല്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയ ചാക്കിട്ട് ലേഖനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്.
Jesus only put the seed of the Eucharist. It grew up by 2000 years. ഈശോ കുർബാനയുടെ വിത്തുമാകിയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈശോ വന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വീണ്ടും വായിക്കണം. വിശുദ്ധ ഗ്രന്ഥം വീണ്ടും വായിക്കണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം ആരാധനാക്രമത്തിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ ഗ്രന്ഥം ആരാധനാക്രമത്തിന്റെ പുസ്തകമാണോ? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിന്റെ പുസ്തകം വരെ നമ്മൾ പോകണം. ഉൽപ്പത്തി പുസ്തകത്തിലെ ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ജീവന്റെ വൃക്ഷം? വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ കാണാം. അത് പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. പക്ഷേ സാത്താൻ പർദീസായിലേക്ക് വന്നപ്പോൾ ആ ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് മിണ്ടിയില്ല. മറിച്ച് നുണ പറഞ്ഞു. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തെ കുറിച്ച് മാത്രം പറഞ്ഞു. അവിടെയും പറഞ്ഞ നുണ എന്തായിരുന്നു? അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ മാലാഖമാര് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ അവർ പിശാചുക്കളായി. ആ പിശാചു വന്നുകൂടെ പറയുകയാണ്, നീ ദൈവത്തെ പോലെയാ, ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമില്ല. അതായിരുന്നു പ്രലോഭനം, അതായിരുന്നു ഉത്ഭവഭാവത്തിന്റെ ഉറവിടം എന്ന് ഞാൻ പറയും. അത് അങ്ങനെ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ രക്ഷകൻ വാഗ്ദാനം ചെയ്തു. എന്തിനാ? സ്വർഗീയ ആരാധന ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം. അതിനുവേണ്ടി ദൈവം ആദിജാതന് പ്രത്യേകമായിട്ട് അബ്രാഹത്തിലൂടെ ജന്മം നൽകി. അതെ, ആ ആദിജാതന് 400 വർഷത്തെ അടിമത്തത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അല്ല, തന്റെ ആദിജാതനെ 400 വർഷത്തിലൂടെ ദൈവം പരിശീലിപ്പിക്കുകയായിരുന്നു. അബ്രാഹത്തോട് സ്വന്തം മകനെ ബലിയർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അബ്രാഹത്തിന് അത് മനസ്സിലായോ? ഇല്ല. അത് കുർബാനയുടെ നിഴലായിരുന്നു. 112ഓളം വയസ്സ് പ്രായമുള്ള അപ്പനെ തട്ടിമാറ്റി ഇസഹാക്കിന് ഓടാമായിരുന്നു. പക്ഷെ ഇസഹാക്ക് ഓടിയില്ല. അവൻ അനുസരണത്തിന് വിധേയനായി. ഗാഗുൽത്തായിലെ പുത്രൻ ബലിയർപ്പിക്കുന്നതിന്റെ പ്രതീകമായിരുന്നു അത്. പക്ഷേ ഇസ്രായേൽ ജനത്തിന് അത് മനസ്സിലായില്ല. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാനായി ദൈവം പെസഹ ആചരിക്കാൻ പറഞ്ഞു. എന്തിനാ? നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവം പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് അത് മനസ്സിലാകണം. അതുകൊണ്ട് കുഞ്ഞാടിനെ കൊല്ലാൻ പറഞ്ഞു, കുഞ്ഞാടിന്റെ രക്തം തെളിക്കാൻ പറഞ്ഞു. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ മന്ന കൊടുത്തു. എല്ലാ ദിവസവും അവർ പെറുക്കിയെടുക്കണം. നൂറ്റാണ്ടുകൾക്ക് ശേഷം കത്തോലിക്കരെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകണമെന്ന് അന്ന് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്തിനാ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത്? ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ പോരെ? അല്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല. ദൈവം മോശയോട് പറഞ്ഞു, നീ സമാഗമ കൂടാരം പണിയണം. സമാഗമ കൂടാരത്തിൽ വാഗ്ദാന പേടകമുണ്ടായിരിക്കണം. എന്തായിരുന്നു അത്? പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ദേവാലയത്തിന്റെയും ആ ദേവാലയത്തിന്റെ കേന്ദ്രമായി നിൽക്കുന്ന ബലിപീഠത്തിന്റെയും സക്രാരിയുടെയും ഒക്കെ പ്രതീകങ്ങളാണത്, നിഴലുകളാണത്, സൂചനകളാണത്. ആർക്ക് മനസ്സിലായി? ദൈവമോശയോട് പറഞ്ഞു, നീ പുരോഹിതരെ അഭിഷേകം ചെയ്യണം. അതിനായി അഭിഷേക തൈലം ഉണ്ടാകണം. പുരോഹിതർക്ക് പ്രത്യേകമായ വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം, തിരുനാളുകൾ ഉണ്ടായിരിക്കണം, അനുദിന ബലിയർപ്പണങ്ങൾ ഉണ്ടായിരിക്കണം. അന്ന് ദൈവം മോശയോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. ഈശോ വന്നത് ഇതൊക്കെ പൂർത്തീകരിക്കാനാണ്, നിയമങ്ങൾ ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. ഈശോ പറഞ്ഞത് അങ്ങനെയല്ലേ? അതൊന്നുകൂടി വ്യക്തമാകുന്നു ലൂക്കായുടെ സുവിശേഷം 24-27-44 വരുമ്പോൾ. അവിടെ ഈശോ വ്യക്തമായിട്ട് പറയുന്നു, സുവിശേഷം പറയുന്നു, മോശ തുടങ്ങി ഓരോ പ്രവാചകരും തന്നെ-കുറിച്ച് പറഞ്ഞത് അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ മോശ കുർബാനയെക്കുറിച്ചും ആരാധനക്രമത്തെക്കുറിച്ചും പറയും. ഈശോ വന്നത് അതിനു വേണ്ടിയാണ്. പരിശുദ്ധ കുർബാന സ്ഥാപിക്കാനായിട്ട് വന്ന പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് മനുഷ്യനെ പോലെ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തി. എന്തിനു വേണ്ടിയാ?
ഞാൻ പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടി വന്ന ദൈവമാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ ആ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചപ്പോൾ ആർക്കും മനസ്സിലായില്ല. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും മനസ്സിലായില്ല. അപ്പസ്തോലന്മാർക്ക് മനസ്സിലായില്ല. ഗാഗുൽത്തായിൽ ബലിയർപ്പിച്ചപ്പോഴും അപ്പസ്തോലന്മാർക്ക് മനസ്സിലായില്ല. ലോകത്തിന് മനസ്സിലായില്ല. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം മനസ്സിലായി കാണും. അവിടെ നിന്ന് ഉത്ഥാനം ചെയ്തപ്പോൾ ഇതാ എമ്മാവൂസ് സംഭവത്തിലൂടെ എല്ലാം വെളിപ്പെടുത്തുകയായിരുന്നു. സ്വർഗാരോഹണ വേളയിൽ അവസാനം അവൻ പറഞ്ഞു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അതെ, തന്റെ ദൈവികാരുണ്യ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ബൈബിളിന്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ്. പക്ഷെ ഇന്നും അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. മാത്രമല്ല, സാത്താൻ പർദീസായിലെ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് മിണ്ടാതിരുന്നതുപോലെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധ കുർബാന വെച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകുന്നുണ്ടായിരിക്കും, ആരാധന നടത്തുന്നുണ്ടായിരിക്കും. പക്ഷെ എന്താകുന്നു പരിശുദ്ധ കുർബാന എന്ന് പഠിപ്പിക്കുന്നില്ല. കാരണം മനസ്സിലായിട്ടില്ല. ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്നല്ലേ ഇന്ന് ചിലരൊക്കെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാന സ്വർഗീയ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. സ്വർഗത്തിലേക്ക് നോക്കണം. ദൈവത്തിന്റെ ബലിയർപ്പണമാണ്, ഈശോയുടെ ബലിയർപ്പണമാണ്. ഈശോ തന്നെ പുരോഹിതന്റെ കൈകളിലൂടെ സഭയിലൂടെ അർപ്പിക്കുന്നത്. അത് അങ്ങനെ ബലിയായിട്ട് കാണുന്നില്ല. അതേ പരിശുദ്ധ കുർബാനയെ ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയും. അതോടൊപ്പം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നവര് പഴയ നിയമത്തിലെ എലിയ പ്രവാചകനെ പോലെ ഒളിച്ചുകൊണ്ട ഗതികേടിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ദെസിദേരാവി എന്ന അപ്പസ്തോലിക കത്തിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഭയ്ക്ക് ആരാധനക്രമ പഠന പ്രബോധനവും പരിശീലനവുമാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. പക്ഷെ ആ പ്രബോധനം പോലും ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? പഠിപ്പിക്കുന്നുണ്ടോ? ഈശോ ഇന്നും അജ്ഞാതവാസത്തിലാണെന്ന് തോന്നുകയാണ്. ഈശോ നമ്മളെ ഭരമേൽപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകുവാനുള്ളതായ ഉത്തരവാദിത്വത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കണം. സഭയെ അജ്ഞാതവാസത്തിലേക്ക് നമ്മൾ വിടരുത്. പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിച്ചുകൊണ്ട് ആഗോള സഭ പരിശുദ്ധ കുർബാനയിൽ ഒന്നാകണം. അതിന് നമുക്കെല്ലാവർക്കും ഈശോ പരാജയപ്പെട്ട ദൗത്യം ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോ പരാജയപ്പെട്ട ദൗത്യം എന്തായിരുന്നു? പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചില്ല. ഇന്ന് ആ ദൗത്യം നമ്മുടെ കയ്യിലാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് 2033 ആകുമ്പോൾ ലോകത്തെ മുഴുവനും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ. അത് ഈശോയുടെ സ്വപ്നമാണ്. കുർബാന സ്ഥാപനത്തില് ലൂക്കായുടെ സുവിശേഷം 22:15 ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളുമായി പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ലോകത്തിലെ എല്ലാവരുമായി പെസഹ പങ്കുവയ്ക്കാൻ ഇന്നും ഈശോ സ്വപ്നം കാണുന്നു. ആരിലൂടെ? തിരുസഭയിലൂടെ, നമ്മളിലൂടെ. 2033 ആകുമ്പോൾ, 2000 വർഷം തികയുമ്പോൾ ലോകത്തെ മുഴുവനും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രേക്ഷിതരായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.